എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സ്റ്റാർ ക്യാമ്പയിനർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്നും ഡിമാൻഡാണ്. ഏറ്റവും അധികം ആൾക്കാരെ രാഷ്ട്രീയ ഭേദമന്യേ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ എത്തിക്കാൻ കഴിവുള്ളവരാണ് സ്റ്റാർ ക്യാമ്പയിനർമാർ. കോൺഗ്രസിൽ സ്റ്റാർ ക്യാമ്പയിനർമാർക്ക് പഞ്ഞമില്ല. എന്നാൽ ഇത്തവണ ഏറ്റവും അധികം ഡിമാൻഡ് ഉണ്ടായിരുന്നത് രണ്ടു പേർക്കാണ്. ഒരാൾ ഷാഫി പറമ്പിലും മറ്റൊരാൾ ശ്രീനാദേവി കുഞ്ഞമ്മയും. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ മിന്നും താരമായത് കേവലം 6 മാസം മുമ്പ് കോൺഗ്രസിലെത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. ചെന്ന ഇടങ്ങളിലെല്ലാം വമ്പൻ ജനാവലി. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നതിലുപരി കോൺഗ്രസിലെ യാതൊരു കമ്മിറ്റികളിലും അംഗമല്ലാത്ത ശ്രീനാദേവി കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രാസംഗികയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കാലയളവിലൊക്കെയായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാടിന്റെ ജനാധിപത്യ ധ്വംസകരായി മാറിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഭരണകർത്താക്കളെയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ നാട്ടികയ്ക്ക് പറയുവാനായിരിക്കും ഈ കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ നാട്ടികയ്ക്ക് ഈ മണ്ണിനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ശക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുണ്ടായിരിക്കുക. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ട വിലക്കയറ്റവും, നമ്മൾ കണ്ട കറണ്ട് ചാർജ് വർധനയും, നമ്മൾ കണ്ട വെള്ളക്കര വർധനയും, നമ്മൾ കണ്ട രജിസ്ട്രേഷൻ വകുപ്പിലുള്ള വിലവർധനകളും കോർട്ട് ഫീയിലുള്ള വിലവർധനകളും ഒക്കെ ഈ ഫീസുകളെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന് ജീവിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചെടുത്ത ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. കഴിഞ്ഞ 10 വർഷക്കാലങ്ങളിലെ ഭരണത്തിൽ വലിയ വിമർശനങ്ങൾ ചോദിച്ചപ്പോൾ ആ വിമർശനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്, നമുക്കൊക്കെയും അറിയാം, ഈ കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ നേതാവായി ഇടതുപക്ഷത്തിന്റെ മുഖമായി നിൽക്കുന്ന ഡോക്ടർ TM തോമസ് ഐസക് എന്ന് പറയുന്ന മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, തുടർഭരണം ഉണ്ടാകുമ്പോൾ അപജയമുണ്ടാവുക സ്വാഭാവികമാണ് എന്നാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് തെരഞ്ഞെടുപ്പ് വേദികളിൽ സജീവമായിരുന്ന ശ്രീനാദേവി എത്തിയിടങ്ങളിലെല്ലാം വമ്പൻ ജനാവലി തടിച്ചുകൂടി. ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന വ്യക്തമായ ആരോപണങ്ങളും മികച്ച ഭാഷാശൈലിയും ഏവരുടെയും മനം കവർന്നു. അതുകൊണ്ട് തന്നെ ശ്രീനയുടെ പ്രസംഗമുണ്ടെങ്കിൽ വോട്ട് കിട്ടുമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കരുതിയത് വെറുതെയല്ല. CPI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് വാർത്തകളിൽ ശ്രീനാദേവി ഇടം പിടിച്ചു തുടങ്ങിയത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ ശ്രീനാദേവിയെ വിളിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിൽ പ്രതിഷേധിച്ച് പോസ്റ്റ് ഇട്ടാണ് പിന്നീട് വാർത്തകളിൽ ഇടം പിടിച്ചത്. ഏറെ വൈകാതെ ശ്രീനാദേവി CPI എന്ന രാഷ്ട്രീയ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. ഇതോടെ ശ്രീനാദേവിയുടെ സമയം തെളിയുകയായിരുന്നു. തുടർന്ന് ഇടതുപക്ഷത്തിൻ്റെ കുത്തക സീറ്റായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് മിന്നുന്ന വിജയം കരസ്ഥമാക്കി. തുടർന്ന് പാർട്ടി വേദികളിലും ചാനൽ ചർച്ചകളിലും ശ്രീനാദേവി നിറസാന്നിധ്യമായി മാറി. ഇന്ന് കോൺഗ്രസിന് എഴുതിത്തള്ളാനാകാത്ത നേതാവായി ശ്രീനാദേവി കുഞ്ഞമ്മ മാറിക്കഴിഞ്ഞു. കേരളത്തിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അഴിമതി വിരുദ്ധമായ രാഷ്ട്രീയമാണ്, ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനായുള്ള രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിൽ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ജനാധിപത്യപരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിലംപരിശാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ പ്രവർത്തകരും വോട്ടർമാരും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും നിഷ്പക്ഷ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏറെ പ്രിയങ്കരായ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒപ്പം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും ശരിയായി വോട്ട് രേഖപ്പെടുത്തുക.